اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ആദ്യ വസന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന റബീഉൽ അവ്വൽ നമ്മിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഈ സമയത്ത് വിശ്വാസികളായ നമ്മളൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് എന്നതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് റസൂലുള്ളാഹിനെ നമ്മൾ അറിയേണ്ടത്? കേവലം കിതാബിന്റെ ലാഹിറായ വശങ്ങളിലൂടെ നമ്മൾ പോയി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖീഖത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ആരിഫീങ്ങൾ എന്ത് പറഞ്ഞു എന്നതാണ് നോക്കേണ്ടത്. കാരണം അവരാണ് ഹക്കിനെ മനസ്സിലാക്കിയ ആളുകൾ. ഹഖായിഖിന്റെ മേഖലയിലേക്ക് സഞ്ചരിച്ച ആളുകൾ ആരിഫീങ്ങളാണ്. അവര് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു? ഇപ്പൊ പരിശുദ്ധമായ ഖുർആനില് നമ്മൾ എല്ലാ റബീഉൽ അവ്വൽ വരുമ്പോഴും ഓതുന്ന ഒരായത്തുണ്ട്, വമാ റസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. ആരിഫീങ്ങൾ പറയാണ്, ഈ റഹ്മത്ത് എന്ന് പറയുന്ന ഈ പദം ഉണ്ടല്ലോ, ഈ പദത്തിന്റെ ഹഖീഖത്ത് ഒരാൾക്ക് തിരിയണമെങ്കിൽ അയാളെ ഹൃദയത്തിന്റെ മിഴികൾ തുറക്കണം. ഹൃദയത്തിന്റെ മിഴികൾ തുറക്കാതെ നമ്മളതിങ്ങനെ പാരായണം ചെയ്യുക എന്നല്ലാതെ ആ റഹ്മത്തിന്റെ പൊരുള് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമാണ് അള്ളാന്റെ റസൂൽ. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാർ പറയുന്നുണ്ട് എല്ലാ കിതാബുകളിലും ലോകം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി, അള്ളാഹു അല്ലാത്തത്. അള്ളാഹു അല്ലാത്തതിനൊക്കെ എന്ത് പറയും? ലോകം. ആ ലോകത്തിനൊക്കെ മൊത്തം ആര് റഹ്മത്താണ്? അള്ളാന്റെ റസൂൽ റഹ്മത്താണ്. ഏതുപോലെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിനൊക്കെ മൊത്തം അല്ലാഹു തആല റബ്ബാണ്. ലോകത്തിന് മൊത്തം അല്ലാഹു തആല റബ്ബാണ്. അപ്പൊ എത്ര ലോകങ്ങളുണ്ടോ ആ ലോകത്തിന് മുഴുവൻ ആര് റബ്ബാണ്? അല്ലാഹു റബ്ബാന്ന് മനസ്സിലായി. അതേപോലെ എത്ര ലോകങ്ങളുണ്ടോ ആ ലോകത്തിന് മുഴുവൻ ആര് റഹ്മത്താണ്? അള്ളാന്റെ റസൂൽ റഹ്മത്താണ്. ലോകം എന്ന് പറയുമ്പോ നമ്മൾ ആരിഫീങ്ങൾ പറയലുണ്ട് ആലം 18,000 എന്നൊക്കെ പറയലുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ പോലത്തെ ആളുകൾ പറയുന്നത് ലോകത്തിന്റെ എണ്ണം അല്ലാഹു തആലാക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും ലോകങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ലോകങ്ങളെ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ആ ലോകത്തിനൊക്കെ ഒരു റബ്ബുള്ളൂ, ഒരു റഹ്മത്തും ഉള്ളൂ. ആ ലോകത്തിന് മൊത്തം ഒരു റബ്ബ്. ആ ലോകത്തിനൊക്കെ മൊത്തം അഷ്റഫുൽ ഖൽഖ് ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു ഗ്രഹങ്ങളിലൊക്കെ പ്രവാചകന്മാരുണ്ട് എന്ന് മഹാന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അഷ്റഫുൽ ഖൽഖ് ആര് മാത്രമാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോ എന്തേ മനസ്സിലായി? ഈ ലോകത്തിന് ആകെ ഒരു അഡ്രസ് ഉള്ളൂ. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ രണ്ട് സാധനങ്ങളെ, ഈ രണ്ട് ഹഖീഖത്തിന്റെ യാഥാർത്ഥ്യം അറിയലാണ് ഈ പ്രപഞ്ചത്തിലേക്ക് അല്ലാഹു തആല നമ്മളെ സംവിധാനിച്ചതിന്റെ ലക്ഷ്യം. വേറൊന്നുമല്ല. വേറൊരു ലക്ഷ്യവും എന്തില്ല, അതിന്റെ പിന്നിലില്ലേ ഇല്ല.
ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഞാൻ എന്നിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംവിധാനിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന മിനല്ലാഹി, ഞാൻ അള്ളാഹുവിൽ നിന്നാണ്, വൽ മുഅ്മിനൂന മിന്നീ, ബാക്കിയുള്ള എല്ലാ ആളുകളും ആരിന്നാണ്? എന്നിൽ നിന്നാണ്. അപ്പൊ അള്ളാന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹാണ് ആദ്യമായിട്ട് ലോകത്തുണ്ടായത്. ആദ്യമായിട്ടുണ്ടായ ആരത റൂഹാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹാണ്. സുബ്ഹാനല്ലദീ യത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ഈ ലോകത്തിനെ സംവിധാനിക്കുന്നതിന്റെ 3,90,000 വർഷങ്ങൾക്ക് മുമ്പേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മാവിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ റസൂലുള്ളയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും ഉത്ഭവം. അള്ളാന്റെ റസൂലില്ലേ എന്നാ ഈ ലോകങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മൾ പറഞ്ഞില്ലേ അൽ ഹുബ്ബു, അള്ളാഹു തആലാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ് സബബ് വുജൂദിൽ ആലം. ഈ ലോകമുണ്ടാകാനുള്ള കാരണം അള്ളാഹു തആലാക്ക് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണ്. വേറെ ഒരു കാരണവും ഈ ലോക സംവിധാനത്തിൽ വേറെ ഇല്ല. ഇനി എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കട്ടോ, ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പടച്ചത്. അങ്ങനെ നോക്കുമ്പോ സൂര്യൻ എന്ന് പറയുന്ന സാധനം, ഒരു സൃഷ്ടി, അതിലുള്ള പ്രകാശവും എവിടെ തന്നെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറിൽ നിന്നാണ്. ചന്ദ്രന്റെ പ്രകാശവും അതിന്റെ കിരണങ്ങളാണ്. ഈ ലോകത്തുള്ള സർവ്വ പ്രകാശങ്ങളും റസൂലുള്ളാഹിന്റെ നൂറാണ്. അപ്പൊ ഈ സൂര്യന്റെ പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൂറിൽ നിന്നാണ് പറയുമ്പോ ഈ സൂര്യന്റെ രശ്മികൾ ഏറ്റിട്ടല്ലേ ഇവിടെ പല ജന്തുക്കളും വളരുന്നത്, പല സസ്യങ്ങളും വളരുന്നത്, പല ജീവികൾക്കും പല സാധനങ്ങളും ഉണ്ടാകാനുള്ള ഊർജം ലഭിക്കുന്നത് എവിടുന്ന? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എവിടുന്ന? സൂര്യനിൽ നിന്നാണ്. സത്യത്തിൽ അതിന്റെ ഊർജത്തിന്റെ ഉറവിടമാരാണ്? അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ നോക്കുമ്പോ അള്ളാന്റെ റസൂല് നിറഞ്ഞു നിൽക്കാത്ത ഏത് ഏരിയയാണ് ലോകത്തുള്ളത്? അള്ളാന്റെ റസൂല് നിറഞ്ഞു നിൽക്കാത്ത ഏതെങ്കിലും ഒരു ഏരിയ ലോകത്തുണ്ടോ? ഒരു സ്ഥലത്തും അള്ളാന്റെ റസൂല് എന്തില്ല? നിറഞ്ഞു. അതാണ് വറഫഅനാ ലക ദിക്ർ, നബിയെ നിങ്ങളെ സ്മരണയെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ സ്മരണയെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി അങ്ങനെ പറയാന്ന റസൂലുള്ള ഇല്ലാത്ത ഒരു ഇടമില്ല. എവിടെയും അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുണ്ട്. അതുകൊണ്ടാണ് മശായിഖന്മാര് പറയുന്നത്, നിങ്ങളുടെ കാതിന്റെ ഒരു കേൾവി ശക്തി ഇല്ലേ, അത് നാസൂത്തിയായ ലോകത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. നിങ്ങളെങ്ങാനും മലക്കൂത്തിയായ ലോകത്തേക്ക് നിങ്ങളെ കാതെങ്ങാനും അല്ലാഹു തആല തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളെ നിങ്ങൾ കേൾക്കുള്ളൂ: ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ആരെ പേര്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്. അപ്പൊ ആ റസൂലുള്ളാഹിന്റെ യാഥാർത്ഥ്യം അവിടുത്തെ അനുയായികളാകുന്ന നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര അള്ളാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ചാലും അത് എത്രയും അധികാവൂല. അതല്ലേ സ്വലാത്ത്? എത്രയും സ്വലാത്ത് ചെല്ലിയ പിന്നെ ഒരു ഹദ് മഹസൂറില്ലാത്തൊരു സാധനമാണല്ലോ സ്വലാത്ത്. ഒരു ഹദ് അതിനില്ല, ഒരു ഹസുർ അതിനില്ല, ഒരു കണക്ക് അതിനുണ്ടോ? അല്ല, എത്രയും നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലിക്കൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കാരണം എന്താ? ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗു ബാലിഗും മിഅ്ശറ മാ ഊതി ബിമാ ഫിൽ ബാലിബാൽ. അല്ലഫൽ അലിഫിന്റെ 3ാമത്തെ വരിയാണ്. ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കാൻ വേണ്ടി പേനയെടുത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവര് വർണ്ണിച്ച് റസൂലുള്ളാഹിനെ കുറെ വർണ്ണിച്ചു നോക്കി. പക്ഷേ റസൂലുള്ളാഹിന്റെ മഹത്വത്തിന്റെ 10-1 പോലും പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 10-1 പോലും പൂർത്തീകരിക്കാൻ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. ശരിക്ക് ജൂദുമൻ ജാദൽ ജവാ എന്ന് പറഞ്ഞൊരു ബൈത്തുണ്ട്. ഏതില്? അല്ലഫൽ അലിഫില്. ഈ ലോകത്തുള്ള ആരിഫീങ്ങൾക്ക് മുഴുവൻ അള്ളാഹുവിന്റെ നൂറ് വിതരണം ചെയ്യുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തുള്ള സർവ്വ ആരിഫീങ്ങൾ. കാരണം എന്താണ്? അള്ളാഹുവിന്റെ നൂറ് ആരുടെ ഹൃദയത്തിലുള്ളത്? റസൂലുള്ളാന്റെ ഹൃദയത്തിലാണ്. ആ പ്രണയമാകുന്ന നൂറ് വിതരണം ചെയ്യുന്നത് ആരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അള്ളാന്റെ റസൂലില്ലാതെ ഒന്നും നടക്കൂല. ലോകത്തുള്ള എത്ര ആരിഫീങ്ങളൊക്കെ വലിയ മക്കാമിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഹൃദയത്തിൽ അള്ളാന്റെ റസൂൽ ഉണ്ടതുകൊണ്ടാണ്. ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടൊരു ബൈത്ത് ഉണ്ടാക്കി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് വർണ്ണിച്ചിട്ടൊരു ബൈത്ത് ഉണ്ടാക്കി. എന്നിട്ട് ആ ബൈത്തുമായിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റൗള ഷരീഫിലേക്ക് വന്നു. എന്തിന്? റസൂലുള്ളാഹിന്റെ റൗളന്റെ മുമ്പിൽ സമർപ്പിക്കണം. ഇവിടുന്ന് എന്ത് ചെയ്യണം? ഇത് പ്രസിദ്ധീകരിക്കണം. അതിന് വേണ്ടിയിട്ട് തുടക്കം എവിടുന്നായിരിക്കണം? റസൂലുള്ളാഹിന്റെ റൗളന്റെ അവിടെ നീക്കാൻ. മനസ്സിലാവണ്ടോ? അങ്ങനെ മദീന പള്ളിയിൽ ആ ബൈത്തുമായി അതിന്റെ കടലാസുമായി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടെ എത്തി. സുബ്ഹി നിസ്കാരം കഴിഞ്ഞേക്കുണ്ട്. ആ പള്ളിയിലെ മദീന പള്ളിയിലെ മുഅദ്ദിൻ അബൂ ഹനീഫ തങ്ങൾ ഉണ്ടാക്കിയ ബൈത്ത് ഇങ്ങനെ പാടും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം എന്താണ്? ഈ ബൈത്ത് എനിക്കല്ലാതെ ആർക്കും അറിയില്ല. ഞാൻ ഉണ്ടാക്കിയ ബൈത്ത് മദീന പള്ളിയിലെ മുഅദ്ദിൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്? അല്ല ഇമാമ് അല്ലെങ്കിൽ മുഅദ്ദിൻ ഇങ്ങനെ പാരായണം ചെയ്യാം. കഴിഞ്ഞ ഉടനെ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഹോദര, നിങ്ങൾ ഇവിടെ പാടിയ ബൈത്ത് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ ഇന്നി റഅയ്തു ഫിൽ മനാമി, നിശ്ചയം ഞാന് ഉറക്കത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ആ സദസ്സിലുണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാകുന്ന ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു. അദ്ദേഹത്തിനെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് കണ്ടു. അദ്ദേഹം റസൂലുള്ളാഹിനോട് ഒരു ബൈത്ത് ഇങ്ങനെ പാടിക്കൊടുക്കുന്നുണ്ട്. ഞാനത് മുഴുവൻ ആ സമയം തന്നെ കേട്ട് മനസ്സിലാക്കി. ഞാനത് പാടുകയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, അന അബൂ ഹനീഫ, ഞാനാണ് അബൂ ഹനീഫ റളിയല്ലാഹു. ഹൃദയത്തില് അള്ളാന്റെ റസൂൽ ഉള്ളവർക്കേ അനുരാഗം പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ പറച്ചില് മാത്രമേ എന്തുള്ളൂ? അനുരാഗം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇന്ന് ഞാനൊരു കിതാബ് നോക്കിയപ്പോ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് വെച്ച് കരഞ്ഞ ആളുകളുടെ കണ്ണുനീര് പർവ്വതത്തുമ്മ തട്ടുകയാണെങ്കിൽ ആ പർവ്വതം ഉരുകി ഒലിക്കുമായിരുന്നു. അത്രമാത്രം പ്രണയത്തിന്റെ തീച്ചൂളയിൽ പോയ ആരിഫീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു ഒരു വേള അദ്ദേഹം കരഞ്ഞിരിക്കുമ്പോ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുമ്പോൾ എന്തിനാ കരയുന്നത്? മഹാൻ പറഞ്ഞു, ഞാൻ മുസ്തഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലിന്റെ അടിയിലെ ഒരു മണൽ തരി ആയില്ലല്ലോ, റൂമിക്ക് അതിന് പോലും ഭാഗ്യമില്ലാതെയായി പോയല്ലോ എന്ന് ലോകത്ത് ഇഷ്ക് എന്താണെന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയാം. ലോകത്ത് ഇഷ്ക് പഠിപ്പിച്ച മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മഹബത്തിന്റെ വഴിയിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആ റൂമിയാണ് പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ ഒരു വിശേഷണുണ്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഉമ്മിയൂൻ. പറയലില്ലേ? എന്താ ഉമ്മിയൂൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുത്തും വായനയും പഠിക്കാത്തവൻ, അറിയാത്തവനല്ല, എഴുത്തും വായനയും പഠിക്കാത്തവനാണ് അല്ലാഹുവിന്റെ റസൂൽ. ഒക്കെ റസൂലുള്ളാഹിക്ക് എവിടുന്ന് കിട്ടിയതാ? ലദുന്നിയായ ഇൽമാണ്, കശ്ഫിയായ ഇൽമാണ്. ആ ഉമ്മി എന്ന് പറയുന്ന പദത്തിന് ഞാൻ 1000 ഗ്രന്ഥങ്ങൾ എഴുതുമായിരുന്നെങ്കിൽ അതൊക്കെ തീർന്നു പോകുമായിരുന്നു. ഒരു ഉമ്മി എന്ന് പറയുന്നതിന് മാത്രം 1000 ഗ്രന്ഥങ്ങൾ ഞാൻ എഴുതുമായിരുന്നെങ്കിൽ ആ എഴുത്ത് എന്താകുമായിരുന്നു? അതൊക്കെ തീർന്നു പോകുമായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് അറിഞ്ഞ ആൾക്ക് അങ്ങനെ പറയാൻ ധൈര്യമുള്ളൂ. നമ്മൾ അവർ പറഞ്ഞു വെച്ചത് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? പാടുന്നു, പറയുന്നു, മനസ്സിലാക്കുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളറിയാൻ കഴിയണം. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹുവിന്റെ ശൈഖുണ്ട്, ഫരീദുദ്ദീൻ അത്താറിനെ പോലെയുള്ള വലിയ വലിയ ഉന്നതരായ ആളുകൾ. അത്താർ, ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഈ ലോകത്ത് അള്ളാഹു നൽകിയ പ്രകാശം ഉണ്ടല്ലോ, ഇരു ലോകത്തും എന്ന് പറഞ്ഞാൽ ആലം ദുന്യാവും ആലമുൽ ഉഖ്റയും, ഈ 2 ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയ പ്രകാശത്തിന്റെ പ്രതിബിംബം മാത്രമാണ്.
ഹൃദയപ്രകാശത്തിന്റെ പ്രതിബിംബം മാത്രമാണ് ഈ ഇരുലോകത്തുമുള്ള പ്രകാശമെന്ന് ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ആ ഒരു പ്രണയത്തിലേക്ക് നമ്മൾ എത്തണം, ആ ഒരു ഹഖീഖത്ത് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ കുറെ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നമ്മളെ ഹൃദയത്തിൽ തട്ടണമെങ്കിൽ എന്തു വേണം? റസൂലുള്ളാഹിനെ പ്രണയിച്ചുകൊണ്ട് നമ്മളത് ചെയ്യാൻ കഴിയണം. പ്രണയിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ചെയ്യാൻ കഴിയണം. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം കഴിഞ്ഞു. ഒരുപാട് സ്വഹാബികള് വഫാത്തായ യുദ്ധമാണല്ലോ ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുറെ ആൾക്കാരെ തെരഞ്ഞു നോക്കി, ഒരാളെ മാത്രം കാണുന്നില്ല. അള്ളാഹിന്റെ റസൂല് ചോദിച്ചു, സഅദ് ഇബ്നു റബീഅ തങ്ങളെ കാണാനില്ല, അദ്ദേഹത്തെ കാണാനില്ല എന്നും. സ്വഹാബികൾ മൊത്തം തെരഞ്ഞു, എവിടെയും കാണില്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, വല്ല മണലിലും അദ്ദേഹം പൂന്തിക്കിടക്കുന്നുണ്ടെന്നും പോയി നോക്കി. സ്വഹാബികൾ ഓടി അങ്ങനെ മണലിൽ പൂന്തിക്കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. വേഗം അദ്ദേഹത്തിന്റെ കയ്യും കാലും പിടിച്ച് വലിച്ചു നോക്കി. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണ്. നേരിയ ശ്വാസം മാത്രം അദ്ദേഹത്തിനുണ്ട്. നേരിയ ഒരു ശ്വാസം മാത്രം. ആ സമയത്ത് സ്വഹാബികൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇങ്ങനെ ചെവി വെച്ചപ്പോ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന് വല്ലതും പറ്റിയോ? അദ്ദേഹം വഫാത്തിന്റെ അങ്ങേ ആ ഒരു അവസാന ശ്വാസത്തിലാണ്. ആ സമയത്ത് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂലിനക്ക് വല്ലതും പറ്റിയോ? എന്താണ്? ആ ഹഖീഖത്തിലേക്ക്, ആ യാഥാർത്ഥ്യത്തിലേക്ക് ഓല ഹൃദയം എത്തിയിട്ടുണ്ട്. നമ്മളെ സ്നേഹം നമ്മൾ പറയാന്നല്ലാതെ ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയലായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം. ആ റസൂലുള്ളാഹിനെ പറയലായിരിക്കും നമുക്ക് എന്തുണ്ടാകുക? ഏറ്റവും ഇഷ്ടം. വേറൊന്നും നമുക്ക് ലോകത്ത് അതിനേക്കാൾ പ്രിയമായിട്ട് നമുക്ക് ലോകത്തൊന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വരും. എന്നാൽ തന്നെ ഈ ലോകത്ത് മുഹമ്മദ് എന്ന് പറയുന്ന സ്വല്ലല്ലാഹു അലൈഹി ആ പേരിന്റെ ഹഖീഖത്താണ് ശരിക്ക് ആലമുൻ നാസൂത്തിലേക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളൂ. അതിന്റെ ഉത്സാരം തന്നെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അഹമ്മദിയത്തുണ്ട്, അതുപോലെ തന്നെ ഹാമിദിയത്തുണ്ട്, അതുപോലെ തന്നെ മഹ്മൂദിയത്തുണ്ട്. അതിന്റെ പരമാർത്ഥങ്ങൾ അറിഞ്ഞ ആളുകള് ആ നാവുന്ന ആ പേര് പോലും എന്ത് ചെയ്തിട്ടില്ല? എടുത്തു മാറ്റിയിട്ടില്ല. ബഹുമാനപ്പെട്ട ബാബാ സെർമദ് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 7 ആകാശവും കടന്ന് അള്ളാഹുവിന്റെ അടുത്ത് പോയി എന്ന് പല ആളുകളും പറയുന്നു. എങ്കിൽ സർമദാകുന്ന ഞാൻ പറയുന്നു, അവയൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ്. കാരണം എന്താ? ആ ഹഖീഖത്ത് യാഥാർത്ഥ്യ ബോധം അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് അവര് പറയുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം മാത്രമേ ഇനി നമുക്ക് ലക്ഷ്യമുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദി സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു പറയാണ്, കുല്ലു സബബിൻ വനസബിൻ, എല്ലാ കാരണങ്ങളും എല്ലാ തറവാടിത്ത ബന്ധങ്ങളും അതൊക്കെ മഖ്തൂഅൻ, അതൊക്കെ മുറിക്കപ്പെടും. എല്ലാ സബബും എല്ലാ നസബും മഖ്തൂഅൻ, അതൊക്കെ മുറിക്കപ്പെടും. യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ എല്ലാം മുറിക്കപ്പെടും. ഇല്ലാ സബബി വനസബി, എന്റെ സബബും എന്റെ നസബും മാത്രം ശേഷിക്കും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, എന്താണ് എന്റെ സബബും എന്റെ നസബും? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൽ ഹുബ്ബു, സ്നേഹമാണ്, ഹുവ സബബു വൻ നസബ്, സ്നേഹം മാത്രമേ ശേഷിക്കൂ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതിന്റെ അവസാനം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അതുകൊണ്ട് അൻത മഅ മൻ ഹബ്ബ, നീ ആരെ സ്നേഹിച്ചുവോ നീ അവരോടുകൂടെ ആയിരിക്കും. നമുക്ക് സ്നേഹിച്ചാൽ നമ്മളെ തിരിച്ചു സ്നേഹിക്കുമെന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും വേണം. ഇനി നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്തിട്ട്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരുപാട് മല്ലിക്കെട്ടിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്, ലാ തതുറുഖ് ബാബു സുഹാദി വലൻ നുസാഖി വലൽ ഉബ്ബാദി വൽ ഉലമാ, നീ പരിത്യാഗത്തിന്റെ അതുപോലെ തന്നെ ഭയങ്കരമായ ഇബാദത്തിന്റെ മറ്റു അനുഷ്ഠാന കർമ്മങ്ങളുടെ വാതിൽ നീ മുട്ടണ്ട. മറിച്ച് വതുറുഖ് ബാബൽ ഹുബ്ബി, സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ വാതിൽ നീ മുട്ടുക.
സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ വാതിൽ നീ മുട്ടുക. കാരണം യുഗ്നീക അൻ കുല്ലി ബാബിൻ, എല്ലാ ബാബും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏത് പരിത്യാഗത്തിന്റെ ബാബുണ്ട്, അനുഷ്ഠാന കർമ്മങ്ങളുടെ ബാബുണ്ട്, അതുപോലെ തന്നെ ഇബാദത്തിന്റെ ബാബുണ്ട്, ഇൽമിന്റെ ബാബുണ്ട്, പല ബാബുകളുണ്ട്. ആ ബാബുകളെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഏറ്റവും വലിയ ബാബ് ഏതാണ്? ഹുബിന്റെ ബാബാണ്. മാത്രമല്ല വയർഫൗക, ആ സ്നേഹത്തിന്റെ വാതിൽ നിന്നെ ഉയർത്തും. ഫൗഖസ് സഹാബ്, മേഘത്തിനേക്കാൾ മുകളിൽ നിന്നെ ഉയർത്തുമെന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞുതരാം. അതുകൊണ്ട് ഹുബ്, ഹൃദയത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഒരാളും നമ്മൾ വെറുക്കൂല. അള്ളാഹ് പടച്ച ഒരു മനുഷ്യനോട് ഹൃദയത്തിൽ വെറുപ്പുണ്ടാവില്ല, അകാരണമായി ദേഷ്യം ഉണ്ടാവില്ല. ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പറയാത്തൊരു മനസ്സാണ് നമുക്ക് ഉണ്ടാകുക. ഇന്ന് അങ്ങനത്തെ ഒരു കാലമാണ്. പല ആളുകളും ത്വരീഖത്ത് സ്വീകരിച്ച ആൾക്കാരാണ്. പല ആളുകളും പല ത്വരീഖത്ത്, ഖാദിരിയ, റിഫാഇയ്യ, ജിഷ്തിയ, നക്ഷബന്ദിയ, സുഹ്റവർദിയ, തിജാനിയ, പല ത്വരീഖത്തുകളും സ്വീകരിച്ച ആൾക്കാരാണ്. ത്വരീഖത്ത് സ്വീകരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല എന്തെങ്കിലുമൊക്കെ ചില ഒളിവുകൾ നമുക്ക് കാണിച്ചു തരും. ആ കാണിച്ചു തരുമ്പോക്ക് നമ്മൾ വലിയ മഖാമിൽ എത്തി എന്ന് തോന്നും. അപ്പൊ അതിലേക്കൊന്നും എത്താത്ത ആളുകളെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛമായി തോന്നാം. അത് ത്വരീഖത്തിലേക്ക് പറ്റൂല, അത് ത്വരീഖത്തിന്റെ അഖിലുകാർക്ക് അത് പറ്റൂല. പിന്നെന്തിനാ ത്വരീഖത്ത്? ഈ ത്വരീഖത്ത് സ്വീകരിച്ചിട്ട് പിന്നെയും കിബറും ഹസദും ഉജുബും റിയാവും ലോകമാന്യവും മറ്റുള്ളവരുടെ പകയും വെറുപ്പും ഇത് ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ത്വരീഖത്ത് സ്വീകരിക്കണം? എന്തിനാ? ഹൃദയം നന്നായി അള്ളാഹുവിനെ അറിഞ്ഞിട്ടും ഇബാദത്ത് ചെയ്യണം, അള്ളാഹ്നെന്നും മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ നമ്മൾ മനസ്സിലാവണം. ഇതൊക്കെ ഹൃദയത്തിലുണ്ടായിരിക്കാൻ നമ്മൾ കുറെ ചൊല്ലി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറയും. ഇതൊക്കെ നമ്മളെ കൽബിലുണ്ട്, നമ്മൾ കുറെ വേറെ നമ്മൾ ചൊല്ലി പറയുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് കാര്യമുള്ളത്? അതുകൊണ്ട് ഹുബ് നമ്മളെ ഹൃദയത്തിൽ വേണം. നമ്മളെ മശായിഖന്മാര് നമുക്ക് പറഞ്ഞെന്ന ബാബതാണ്, ഹുബിന്റെ ബാബാണ്. അതുമായി നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോവുക. ഇൻഷാ അള്ളാഹ് അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖീഖത്തിന്റെ പരമാർത്ഥം നമുക്ക് അറിയാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.